കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് കേട്ടോ, ഓഗസ്റ്റ് 21 മുതൽ എക്സാം റിവിഷൻ ക്ലാസ് ലൈവായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. സൂമിലാണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പർ കണ്ടായിരുന്നോ? 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ, ഒരിക്കൽ കൂടി പറയാം. 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് എക്സാം റിവിഷൻ ക്ലാസ് ലൈവായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വാട്സപ്പ് മെസ്സേജ് പാരൻസ് അയക്കാവുന്നതാണ്. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെയാണ് കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് കേട്ടോ ഓണം ഫസ്റ്റ് ടൈം എക്സാം ക്ലാസ് നടക്കുന്നത്. ക്ലാസ്സിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. ഇതിനോടൊപ്പം തന്നെ കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് ഏതൊക്കെയാണ് എന്നുള്ളത് കൂടി പരിചയപ്പെടുത്താം. മലയാളം ലെറ്റേഴ്സിൻ്റെ ക്ലാസ് ഉണ്ട്, മലയാളം റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷ് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട്, ഹിന്ദി ലെറ്റേഴ്സ് ഹിന്ദി റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് ഉണ്ട്, സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് നൽകുന്നുണ്ട്, LKG UKG ക്ലാസ് നൽകുന്നുണ്ട്. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ട്യൂഷനും കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി നിങ്ങൾക്ക് ഏത് കോഴ്സാണോ ആവശ്യം ആ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? വോയിസ് മെസ്സേജോ അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജോ അയച്ചാൽ മതിയാകും. ഓക്കെ, നിങ്ങൾക്ക് വിളിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ വിളിച്ചും അന്വേഷിക്കാം. മെസ്സേജ് അയച്ച് അന്വേഷിക്കാവുന്നവർക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഓണം എക്സാം ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ പരിചയപ്പെടാം. ആക്ടിവിറ്റി 1, ലെറ്റ്സ് ഡ്രോ. ലിസൺ ടു യുവർ ടീച്ചേഴ്സ് ഇൻസ്ട്രക്ഷൻ കെയർഫുള്ളി ആൻഡ് കംപ്ലീറ്റ് ദ പിക്ചർ. ടീച്ചർ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കുക, അത് കേട്ടിട്ട് പിക്ചർ വരയ്ക്കുക. ആ കാര്യങ്ങളിവിടെ പറയുന്നുണ്ട്, എന്തൊക്കെയാണ് ടീച്ചറുടെ ഇൻസ്ട്രക്ഷനിൽ വരുന്നതെന്ന് ഇവിടെ പറയുന്നുണ്ട്. ഫസ്റ്റ് ചെയ്യാനുള്ളത് ഡ്രോ എ പ്ലാന്റ് ഇൻ ദ പോട്ട്. ഇവിടെ ഒരു പോട്ട് കാണുന്നുണ്ട്, ഈ പോട്ടിൽ ഒരു പ്ലാന്റ് വരയ്ക്കണം. ബ്രാഞ്ചസ് ആൻഡ് ലീവ്സ്, എന്നിട്ട് ബ്രാഞ്ചസും അതിൽ ലീവ്സും വരയ്ക്കണം. ശിഖരങ്ങളും വേണം, ഇലകളും വേണം. ഡ്രോ സം ഫ്ലവേഴ്സ് ഓൺ ദ പ്ലാന്റ്, അതിൽ കുറച്ച് പൂക്കൾ വരയ്ക്കണം. ഗീവ് ഗ്രീൻ കളർ ടു ദ ലീവ്സ്, ലീവ്സിന് ഗ്രീൻ കളർ നൽകണം. ഫ്ലവറിന് റെഡ് കളർ നൽകണം. ഗീവ് റെഡ് കളർ ടു ദ ഫ്ലവർ. ഇത്രയും നൽകിയാൽ മാത്രമേ 5 മാർക്കും ലഭിക്കുകയുള്ളൂ. പ്ലാന്റ് വരയ്ക്കണം, ബ്രാഞ്ചസും ലീവ്സും വരയ്ക്കണം, ഫ്ലവേഴ്സ് വരയ്ക്കണം, ലീവ്സിന് ഗ്രീൻ കളർ കൊടുക്കണം, ഫ്ലവറിന് റെഡ് കളർ കൊടുക്കണം. ഇതായിരുന്നു ആക്ടിവിറ്റി 1. രണ്ടാമത്തെ ആക്ടിവിറ്റി ഡിസ്ക്രിപ്ഷനാണ്. പിക്ചർ നൽകിയിട്ടുണ്ട്, ടീച്ചർ ഇന്നലെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇതാ പിക്ചർ നൽകിയിട്ടുണ്ട്. സച്ചിൻ ആൻഡ് ബ്രൂണോ ആർ ഇൻ എ പാർക്ക്. അവർ ബ്രൂണോയും സച്ചിനും പാർക്കിലാണ്. കളർ ദ പിക്ചർ ആൻഡ് ഡിസ്ക്രൈബ് ദ പാർക്ക്. ഈ പിക്ചർ നല്ലതുപോലെ കളർ ചെയ്യണം, അതുപോലെ ഇതിനെക്കുറിച്ച് വിവരിച്ചെഴുതണം. വിവരിച്ചെഴുതുമ്പോൾ അത്യാവശ്യം വേണ്ട എല്ലാ വാക്കുകളും ടീച്ചർ അവിടുത്തെ ബ്ലാക്ക് ബോർഡിൽ എഴുതി നൽകുന്നുണ്ടാവും. ഐസ്ക്രീം ഷോപ്പ്, പാർക്ക്, ബേർഡ്സ്, ട്രീ, ഇതൊക്കെ ടീച്ചർ ബോർഡിൽ എഴുതിയിടും. അത് കണ്ട് കുട്ടിക്ക് വാക്കുകൾ എടുത്ത് ഇതുപോലെ ചെയ്യാം. അതായത് പാർക്ക്, ഐസ്ക്രീം ഷോപ്പ്, ട്രീ, ഇതുപോലുള്ള സച്ചിൻ, ബ്രൂണോ, ഇങ്ങനെയുള്ള വാക്കുകളെല്ലാം ടീച്ചർ ബോർഡിൽ എഴുതിയിടും. ടീച്ചർ എന്നിട്ട് നിർദ്ദേശം കൊടുക്കും, അതിനനുസരിച്ച് ഇവിടെ ഫില്ല് ചെയ്യണം. ദിസ് ഈസ് എ പാർക്ക്, ദിസ് ഈസ് ഐസ്ക്രീം ഷോപ്പ് ഇൻ ദ പാർക്ക്, 2 birds are sitting on a tree, children are playing. അതുപോലെ ഇനിയും സെൻറ്റൻസുകൾ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അങ്ങനെ ഇവിടെ എന്താണോ ഉള്ളത് ഈ പിക്ചറിനെ വിവരിച്ചെഴുതാനുള്ളതായിരുന്നു രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ റിഡിൽസ്. ഇതും ടീച്ചർ ഇന്നലെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഐ ആം എ വെജിറ്റബിൾ, റൗണ്ട് ആൻഡ് ബിഗ്, ഐ ലുക്ക് ലൈക്ക് എ ഫുട്ബോൾ, ഹൂ ആം ഐ. ഞാൻ ആരാണ് എന്ന് ഇതിൽ നിന്ന് കണ്ടുപിടിച്ചെഴുതണം. ആരായിരുന്നു? പംകിൻ. നമ്മൾ ക്ലാസ്സിലും പഠിച്ചായിരുന്നു, ഇന്നലെ ടീച്ചർ റിഡിൽസ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഐ ആം എ വെജിറ്റബിൾ, സ്വീറ്റ് ആൻഡ് ലോങ്, റാബിറ്റ്സ് ലൈക്സ് മീ, ഹൂ ആം ഐ. ഇന്നലെ ടീച്ചർ പറഞ്ഞു തന്നായിരുന്നു. എന്താണ്? ക്യാരറ്റ്. ഓക്കെ, മേക്ക് എ റിഡിൽ അബൌട്ട് ദിസ് പിക്ചർ. ഈ പിക്ചർ കണ്ടിട്ട് റിഡിൽ തയ്യാറാക്കുക. ഇത് തന്നെയായിരുന്നു ടീച്ചർ ഇന്നലെ നിങ്ങളെ പഠിപ്പിച്ചതും. ടൊമാറ്റോയുടെ റിഡിൽ എങ്ങനെ എഴുതാം. ഐ ആം എ വെജിറ്റബിൾ,
I am round and red. I am juicy. Who am I? ടൊമാറ്റോ. അപ്പോൾ സ്വന്തമായിട്ട് റിഡിൽ ഉണ്ടാക്കാൻ ടൊമാറ്റോയെക്കുറിച്ചുള്ള സ്വന്തമായിട്ട് റിഡിൽ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു സിയിൽ വരുന്നത്. ബിയിൽ വരുന്നത് ക്യാരറ്റ് ഇഷ്ടപ്പെടുന്നു, റാബിറ്റ്സ് ഇഷ്ടപ്പെടുന്നു, ഞാനൊരു വെജിറ്റബിളാണ്, സ്വീറ്റ് ആൻഡ് ലോങ് ആണ്, ഞാൻ ആരാണ്? ക്യാരറ്റ്. ഇത് നമ്മൾ ബ്രൂണോ ആൻഡ് പപ്പിയിൽ പഠിച്ചിട്ടുണ്ട്. ഐ ആം റൗണ്ട് ആൻഡ് ബിഗ്, ഐ ലുക്ക് ലൈക്ക് എ ഫുട്ബോൾ, പംകിൻ. ഇത് നിങ്ങൾ കറക്റ്റായിട്ട് ആൻസർ എഴുതിയിട്ടുണ്ടാവും. ഓക്കെ, ഇതായിരുന്നു മൂന്നാമത്തെ ആക്ടിവിറ്റി. നാലാമത്തെ ആക്ടിവിറ്റി കോൺവെർസേഷനാണ്. റിയാസ് സോ മെനു ഗിവിങ് ഫുഡ് ടു ഹെർ ലിറ്റിൽ ബേർഡ്. റിയാസ് കണ്ടു മിനു എന്ത് ചെയ്യുന്നു, അവളുടെ ലിറ്റിൽ ബേർഡിന് ഫുഡ് കൊടുക്കുകയാണ്. കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ മിനു ആൻഡ് റിയാസ്. മിനുവും റിയാസും തമ്മിലുള്ള കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ടീച്ചർ ചോദിക്കും ഇവിടെ ആരൊക്കെയുണ്ട്, നിർദ്ദേശങ്ങൾ ടീച്ചർ നൽകൂ കേട്ടോ. റിയാസ് എന്തായിരുന്നു, മിനു ഈസ് ദിസ് യുവർ പെറ്റ്? റിയാസ് ചോദിക്കണം, മിനു ഇത് നിന്റെ പെറ്റാണോ? അപ്പോൾ മിനു എന്ത് പറഞ്ഞു, യെസ് ദിസ് ഈസ് മൈ പെറ്റ്. റിയാസ്, വാട്ട് ഈസ് ഇറ്റ്സ് നെയിം? ഇറ്റ്സ് നെയിം ഈസ് കിറ്റി. ടീച്ചർ ഇന്നലെ പറഞ്ഞു തന്നായിരുന്നു, നിങ്ങൾക്ക് എഴുതാൻ അറിയില്ലെങ്കിൽ എന്തു ചെയ്യണം, തൊട്ട് താഴെ ആൻസർ വായിച്ചു നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് കിട്ടും ആ ചോദ്യം എന്താണ് എന്നുള്ളത്. വേർ ഡിഡ് യു ഗെറ്റ് ഇറ്റ് ഫ്രം? ഇതിനൊക്കെ എവിടെ നിന്ന് കിട്ടി? ഇത് ടീച്ചർ ഇന്നലെ പറഞ്ഞതായിരുന്നു. എവിടെ നിന്നാണ് കിട്ടിയേ? പ്ലേ ഗ്രൗണ്ട്. ഐ ഗോട്ട് ഇറ്റ് ഫ്രം ദ പ്ലേ ഗ്രൗണ്ട്. റിയാസ്, ഇറ്റ്സ് ഈസ് വെരി ബ്യൂട്ടിഫുൾ. ഇത് കാണാൻ വളരെ മനോഹരമാണ്. അപ്പോൾ മിനു പറയും, യെസ് അതെ, താങ്ക് യു. ഓക്കെ, അപ്പോൾ കോൺവെർസേഷൻ എഴുതുക എന്നുള്ളതായിരുന്നു നാലാമത്തെ ആക്ടിവിറ്റി. ക്വസ്റ്റ്യൻ 4 എന്ന് പറയുന്നത് കോൺവെർസേഷൻ, മിനുവും റിയാസും തമ്മിലുള്ള കോൺവെർസേഷൻ. മിനു നമ്മുടെ കിറ്റിക്ക് ഫുഡ് കൊടുക്കുകയാണ്. അപ്പോൾ അവർ തമ്മിൽ സംസാരിച്ച കാര്യങ്ങളാണ്. ഇവിടെ ആൻസർ നൽകിയിട്ടുണ്ട്. നമ്മൾ അതിനനുസരിച്ച് ക്വസ്റ്റ്യൻ തയ്യാറാക്കുക, അതിനനുസരിച്ച് ഉത്തരം എഴുതുക എന്നുള്ളതായിരുന്നു കോൺവെർസേഷൻ. ഇതും ടീച്ചർ നേരെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അഞ്ചാമത്തെ ആക്ടിവിറ്റി ആഡ് മോർ ലൈൻസ്. ആഡ് മോർ ലൈൻസ്. ഇവിടെ ലിറ്റിൽ ബേർഡ്, ലിറ്റിൽ പാരറ്റ്. ലിറ്റിൽ ബേർഡ്, വാട്ട് ഡു യു ലൈക്ക്? ഐ ലൈക്ക് ഫ്രൂട്ട്സ്, ഐ ലൈക്ക് നട്ട്സ്. അപ്പോൾ നിങ്ങൾ എഴുതുന്നതിന് കറക്റ്റായിട്ട് എഴുതിയാൽ 3 മാർക്ക് കിട്ടും. എന്നാൽ ഇതേ താളത്തിൽ എഴുതിയാലോ വീണ്ടും 2 മാർക്ക് കൂടി കിട്ടി, 5 മാർക്സ് കിട്ടും. അപ്പോൾ ആഡ് മോർ ലൈൻസ് എങ്ങനെയാണ്? ലിറ്റിൽ ബേർഡ്, വാട്ട് ഡു യു ലൈക്ക്? ഐ ലൈക്ക് ഫ്രൂട്ട്സ്, ഐ ലൈക്ക് നട്ട്സ്. അടുത്ത പാരറ്റ് ആണ്. ലിറ്റിൽ പാരറ്റ്, വാട്ട് ഡു യു ലൈക്ക്? ഐ ലൈക്ക് റൈസ്, ഐ ലൈക്ക് ഫ്രൂട്ട്സ്. അതുപോലെ ക്യാറ്റ് നമുക്ക് എങ്ങനെ എഴുതാം? ക്യാറ്റിൻ്റെ പിക്ചറുണ്ട്, ഡോഗിൻ്റെ പിക്ചറുണ്ട്. അവ ഉപയോഗിച്ച് നമ്മൾ മോർ ലൈൻസ് ഉണ്ടാക്കണം. ലിറ്റിൽ കാറ്റ്, വാട്ട് ഡു യു ലൈക്ക്? ഐ ലൈക്ക് മിൽക്ക്, ഐ ലൈക്ക് ഫിഷ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എഴുതാം കേട്ടോ. മിൽക്കും ഫിഷും വേണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എഴുതാം. ക്യാറ്റിന് ഇഷ്ടമുള്ള എന്തോ എഴുതാം. അടുത്തെന്ത് എഴുതാം? ലിറ്റിൽ ഡോഗ്, വാട്ട് ഡു യു ലൈക്ക്? ഐ ലൈക്ക് ബോൺ, ഐ ലൈക്ക് മീറ്റ്. ഓക്കെ, ഈ 5 ആക്ടിവിറ്റി ആയിരുന്നു, 5 ആക്ടിവിറ്റീസ് ആയിരുന്നു എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. ഇതിൻ്റെ എല്ലാ മോഡൽസും എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് ടീച്ചർ ഇന്നലെ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ ചിൽഡ്രൻ, ബൈ, താങ്ക് യു. കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് കേട്ടോ, ഓഗസ്റ്റ് 21 മുതൽ എക്സാം റിവിഷൻ ക്ലാസ് ലൈവായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. സൂമിലാണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പർ കണ്ടായിരുന്നോ? 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ, ഒരിക്കൽ കൂടി പറയാം, 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് എക്സാം റിവിഷൻ ക്ലാസ് ലൈവായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വാട്സപ്പ് മെസ്സേജ് പാരൻസ് അയക്കാവുന്നതാണ്. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെയാണ് കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് കേട്ടോ ഓണം ഫസ്റ്റ് ടൈം എക്സാം ക്ലാസ് നടക്കുന്നത്. ക്ലാസ്സിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. ഇതിനോടൊപ്പം തന്നെ കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് ഏതൊക്കെയാണ് എന്നുള്ളത് കൂടി പരിചയപ്പെടുത്താം. മലയാളം ലെറ്റേഴ്സിൻ്റെ ക്ലാസ് ഉണ്ട്, മലയാളം റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷ് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട്, ഹിന്ദി ലെറ്റേഴ്സ്, ഹിന്ദി റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് ഉണ്ട്, സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് നൽകുന്നുണ്ട്, LKG UKG ക്ലാസ് നൽകുന്നുണ്ട്,
1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ട്യൂഷനും കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി നിങ്ങൾക്ക് ഏത് കോഴ്സാണോ ആവശ്യം ആ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, വോയിസ് മെസ്സേജോ അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജോ അയച്ചാൽ മതിയാകും. ഓക്കെ, നിങ്ങൾക്ക് വിളിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ വിളിച്ചും അന്വേഷിക്കാം, മെസ്സേജ് അയച്ച് അന്വേഷിക്കാവുന്നവർക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ്.